ഓക്കെ, നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഈ ഒരു കലാമേളയിലെ നമ്മളെ അടുത്ത ഐറ്റമാണ് നമ്മളെ ഈ പറയുന്ന ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ന് പറയുന്ന ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഫക്റ്റ് കൂടിയാണിത്. ഇതിന് നമ്മൾ ഒരു നല്ലൊരു ഓമന പേരുണ്ട്, നോ ബോണ്ട് റെസണൻസ്. ബോണ്ട് ഇല്ലാണ്ടുള്ള റെസണൻസിനെയാണ് പിന്നെ പറയുന്നത്. ഒരു പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റിൻ്റെ പകരം നോ ബോണ്ട് റെസണൻസ് എന്നായിരിക്കും പേര് എന്ന് പറയേണ്ടത് നമ്മളെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ബേസിക്കലി ഇതൊരു പെർമനൻറ്റ് എഫക്റ്റാണ്. പെർമനൻറ്റ് എഫക്റ്റ് കോസ്ഡ് ഡ്യൂ ടു ദ ഡീലോക്കലൈസേഷൻ ഓഫ് നമ്മളെ സിഗ്മ ഇലക്ട്രോൺസ്. പെർമനൻറ്റ് എഫക്റ്റ്. ഇതിൻ്റെ 3 എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കാർബോ കാറ്റയോൺ ആയാലും കാർബാനിയോൺ ആയാലും ഈവൺ ഇപ്പോൾ ഫ്രീ റാഡിക്കൽ വന്നാലും നമുക്ക് ഫ്രീ റാഡിക്കലായാലും ഓർ ഈവനെ ഡബിൾ ബോണ്ട് അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ കാർബോ കാറ്റയോൺ തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെ ഇപ്പോൾ കാർബൺ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ട്. ഞാൻ ഈ ബ്ലാങ്ക് ഇട്ട് വെച്ചെല്ലാം ആക്ച്വലി ഹൈഡ്രജനാണ്. ഇതെല്ലാം ഹൈഡ്രജനാണ് പ്ലസ്. അപ്പോൾ ഇതെന്ത് കോമ്പൗണ്ടാണ്? CH3CH2+. ഇതെന്ത് കോമ്പൗണ്ട് ആയിരുന്നു? ആക്ച്വലി CH3CH3 ആയിരുന്നു. ഏത്? ഈഥൈൻ ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഹൈഡ്രജൻ പോയ സ്ഥിതിക്കാണ് ഇത് CH3CH2, പിന്നെ ആ ഹൈഡ്രജൻ അതിൻ്റെ ഒരു വകയിൽ ഒരു പ്ലസ് ചാർജും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ചങ്ങയിപ്പ് കിടങ്ങാറായിട്ടില്ല. അതെങ്ങനെയെങ്കിലും ഇയാളെ പ്ലസ്സിനെ ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചിട്ട് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒന്നും നടക്കാത്തതുകൊണ്ട് ഇവിടെ നടക്കുന്ന വേറെ എഫക്റ്റാണ്. നമ്മൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ സ്റ്റേജിലേക്ക് കയറി വരും. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് കാണുന്നുണ്ടല്ലോ. ഒന്നിക്കൽ ഈ ബോണ്ട് അല്ലെ ഈ ബോണ്ട് അല്ലെ ഈ ബോണ്ട്, ഇതെല്ലാം സിഗ്മ ബോണ്ട്സ് ആണല്ലോ. പൈ ബോണ്ട് ആവണ്ടിക്കൽ ഡബിൾ ബോണ്ട് വരണ്ടേ. അപ്പോൾ ഇതൊരു സിഗ്മ ബോണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 2 ഇലക്ട്രോൺസ് ഇടത്തേക്ക് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കോമ്പൗണ്ട് എന്തായിട്ട് മാറും? ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ കാർബൺ, ഇവിടെ H, ഇവിടെ ഇപ്പോൾ ഈ ബോണ്ട് ഇവിടെ വരുന്നതുകൊണ്ട് ഡബിൾ ബോണ്ടായി. അപ്പോൾ ബേസിക്കലി C. ഇത് ഈ കണ്ടിട്ട് എനിക്ക് ഒരു പരിചയക്കുറവല്ല. ഞാൻ കാണിച്ചു തരാം. CH2 ഡബിൾ ബോണ്ട് CH2. നമ്മൾ ഈഥീനാടോ ഇത് ആൽക്കീനായത്. ഇതിങ്ങനെ ബോണ്ട് ലൈനിൽ എഴുതുന്നുണ്ടെങ്കിൽ തിരിയാത്ത. അതായത് എന്ത് പറ്റി ഇവിടെ? നമ്മൾ ഈ പറയുന്ന ബോണ്ട് ഇവിടത്തേക്ക് ഇയാൾ കൊടുത്ത് ബേസിക്കലി ഇയാൾക്ക് ഇവിടെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരികയും ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മളെ പ്ലസ് ചാർജ് വാനിഷായി. അതായത് അത് അതിനെ ക്യാൻസലാക്കി. അപ്പോൾ നമ്മളെ ബേസിക്കലി ഇവിടെ ഒരു H+ ബാക്കിയായിപ്പോയി. കാരണം ഇയാൾ 2 ഇലക്ട്രോൺസ്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കൊടുത്തുകൊണ്ട് ഇയാൾ ഇലക്ട്രോൺ കൂടി പോയ സ്ഥിതിക്ക് ഇയാളിപ്പോൾ ഒരു പ്രോട്ടോൺ ആയിട്ട് വരും, H+ ആയിട്ട് വരും. ഇയാൾ വേറെ എവിടെയെങ്കിലും പോയി, അത് വേറെ ഒരു വിഷയം, വേറെ ഇല്ല കഥ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇവിടെ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് കാരണം നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ട് സ്റ്റേബിളായി. നമ്മളെ CH3CH2 എന്ന് പറയുന്ന അൺസ്റ്റേബിളായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ ഹൈഡ്രജന് നമ്മളെ കാർബണിൽ നമ്മളെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ബോണ്ടിനെ പോലും സാക്രിഫൈസ് ചെയ്തിട്ട് ഇവിടെ എന്നാ പറയേണ്ടത്, ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇയാളെ ബോണ്ട് ഇയാൾക്ക് കൊടുത്ത്, ഇനി എൻ്റെ ബോണ്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വേറെ വഴിക്ക് പോയി. ഇയാൾക്ക് ഈ ബോണ്ട് കിട്ടി, ഇയാൾ സ്റ്റേബിളായി. ഈഥീൻ. ഇനി അടുത്തതാണ് എന്ന് പറയുന്നത് കാർബാനിയോൺ. അവിടെ സ്ഥിതി? ഈ കാർബാനിയോണും കാർബോ കാറ്റയോൺ ഇതൊക്കെയാണ് നമ്മൾ കളിയിലെ താരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ മറന്നു പോകാൻ പാടില്ല ഇവരൊന്നും. ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇത് ആക്ച്വലി തൽക്കാലത്തേക്ക് പോട്ടെ. കാർബാനിയോണിൻ്റെ കാര്യത്തിൽ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ഇല്ലതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വേണ്ട. നമുക്കിനി ഇതിൻ്റെ തന്നെ കാർബോ കാറ്റയോൺ കഴിഞ്ഞ് ഇനിയുള്ളത് ഫ്രീ റാഡിക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആൽക്കീൻ്റെ ഒരു വെർഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഇതുണ്ട്, ഡോട്ടുണ്ട്. ഇതെല്ലാം ഹൈഡ്രജനാണ്. ഈ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിടുന്ന ലൈൻസ് എല്ലാം ആക്ച്വലി ഹൈഡ്രജനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ അറിയുന്നത്? ഇവിടെ ഇപ്പോൾ 2 ഇലക്ട്രോൺ. നമ്മൾ ഈ പറയുന്ന ഫ്രീ റാഡിക്കൽ മെക്കാനിസം പ്രകാരം ഇവിടെ ഈ ഫിഷ് ഹുക്ക് എയറോ, ഞാൻ പറഞ്ഞ ഫിഷ് ഹുക്ക് എയറോ ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ഒരു ഇലക്ട്രോൺ ഇവിടെ ഡൊണേറ്റ് ചെയ്ത്, അതേപോലെ ഇവിടെ ഇയാൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത്. അപ്പോൾ എന്ത് ബാക്കിയായി?
ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ കിട്ടി, ഒരു ഇലക്ട്രോൺ ഇവിടെ കിട്ടി, ഇവിടെ ചെറുതായിട്ടൊരു ബോണ്ട് ഫോർമേഷൻ നടന്നു. എന്നിട്ട് എന്തായി ഇത് ഡബിൾ ബോണ്ടായിട്ട് മാറി. എച്ച് ഇങ്ങനെ ആക്ച്വലി ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. CH അവിടെ ഒരു എച്ച് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു എച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇയാൾ ഹൈഡ്രജൻ എന്താണ്, ഇയാൾ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വലിക്കും. അപ്പോൾ ഇയാൾക്ക് എന്ത് കിട്ടി? ഒരു ഇലക്ട്രോൺ ആയിട്ട്. അപ്പോൾ ഇയാൾ എന്ത് മാറി? ദിസ് ബിക്കേം എ ഫ്രീ റാഡിക്കൽ. ഇയാളെ കളിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ എന്താണ്, ഇയാൾക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെറുതെ അങ്ങനെ വിട്ടതല്ല. ഹി ഗോട്ട് എൻ ഇലക്ട്രോൺ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ എന്താ കണ്ടത്? നമ്മളെ പ്ലസ് ചാർജ്, അതായത് കയ്യിലുള്ള ഇലക്ട്രോണും മറ്റേ ഷെയ്ഡായിട്ടുള്ള ഇലക്ട്രോൺ രണ്ടും പോയ ശേഷം ഇവിടെ എന്താണ്, ഇവിടെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഇലക്ട്രോണെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇയാൾ കുറച്ച് ഹാപ്പിയാണ് കേട്ടോ. മറ്റേടക്ക് തീരെ ഹാപ്പി ഇല്ലായിരുന്നു, ഒരു മനസ്സോടെ ചങ്ങായി എന്താണ് അവിടുന്ന് സ്ഥലം വിട്ടത്. ഇവിടെ ഇപ്പോൾ എന്താണ്, ഇയാൾക്ക് ഹാപ്പി, ഇയാൾ വേറെ സ്ഥലത്തേക്ക് പോയി. ഇവിടെ ഇപ്പോൾ ഇതെന്തായി മാറി? രീതിനായി മാറി. ദിസ് ബിക്കെയിം മോർ സ്റ്റേബിൾ. ഇതും നമ്മൾ ഇതേ എക്സാമ്പിൾ തന്നെ, ഇതിൽ മാറ്റമൊന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് പിന്നെ എന്താ പറയുക, കാർബോ കാറ്റയോണും ഇതും തമ്മിലെ വ്യത്യാസം കാണിച്ചു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഈ 2 ഇലക്ട്രോൺ ഇവിടെ വന്നേ പറ്റൂ. ഇവിടെ ഈ ഫ്രീ റാഡിക്കലിന് എന്താണ് ഓപ്ഷൻ ഉണ്ട്, ഇത് ഒന്നേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എന്താ, ഇവിടുന്ന് ഒന്ന് ഡൊണേറ്റ് ചെയ്ത് ഈ ബോണ്ടിലില്ല, ഇത് ഇവിടുന്ന് ഡൊണേറ്റ് ചെയ്തതൊന്നുമില്ല. വണ്ടിക്ക് ഇവിടുന്ന് ഡൊണേറ്റ് ചെയ്യാം, അല്ലെ വണ്ടിക്ക് ഇതിന്ന് ഡൊണേറ്റ് ചെയ്യാം. ഏതൊന്ന് ഡൊണേറ്റ് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെ ഉണ്ടാവുക. അത് വേണ്ടിക്കിൽ നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് എഴുതാം. പക്ഷേങ്കിൽ ഇറ്റ്സ് ബേസിക്കലി ദ സെയിം പോയിന്റ്. അന്നേരം എന്താ സംഭവിക്കുക, ഇവിടുന്ന് ഇലക്ട്രോൺ ഇവിടത്തേക്ക് ഒന്ന് വന്ന് ഒന്ന് ഇയാളേക്ക് പോയി, ഇയാൾ ഒരു ഇലക്ട്രോൺ ഇവിടെയുണ്ട്. ബേസിക്കലി അതിനെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഒരു കേസ് ഇവിടെ നടക്കാം, രണ്ടാമത്തെ കേസ് ഇവിടെ നടക്കാം, മൂന്നാമത്തെ ഹൈപ്പർ കോൺജുഗേഷൻ ഇവിടെ നടക്കാം. അതേപോലെ ഇവിടെ ഇവിടെ വേണ്ടിക്ക് നടക്കുക. അതായത് വേണ്ടിക്ക് ഈ ബോണ്ട് പോകുന്നതിന് പകരം ഇയാൾക്ക് വേണ്ടിക്ക് പോകും. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇതിന്ന് പോകും അല്ലെങ്കിൽ ഇതിന്നാ പോകും. പക്ഷേങ്കിൽ ഇതിന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. പോസിബിലിറ്റി ഇസ് ദർ. ഇനി 1/3 ചാൻസ് ഉണ്ട് ഇവിടെ. 3-1 ചാൻസ്. ഒന്നിക്ക് ഇതിന്ന് പോവും, അല്ലെ ഇതിന്ന് പോവും, അല്ലെ ഇതിന്ന് പോവും. 3 ഒരുമിച്ചിട്ട് പോകുന്നില്ല. ഒന്നെന്ന് പോയി കഴിഞ്ഞാൽ ദെൻ ദിസ് കോമ്പൗണ്ട് ബിക്കം സ്റ്റേബിൾ. പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഇവിടെ 3 കേസസ് ഉണ്ട്. ഒന്നിക്കൽ ഇതിന്ന് പോകാം, അല്ലെ ഇതിന്ന് പോകാം, അല്ലെ ഇതിന്ന് പോകാം. അതേപോലെ ഇവിടെയും 3 കേസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുമ്പോൾ ഇത് അത്യാവശ്യമാണ്. കാരണം ഇതിൻ്റെ ഈ പറയുന്ന കേസസിന് എണ്ണം കൂടുന്തോറും നമ്മളെ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി കൂടി വരുന്നില്ലതാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ്, ഇതിപ്പോൾ ഈദീനായി ഇത് സ്റ്റേബിളായി മാറി. എന്താണ്, ഇയാൾ ഹാപ്പി, ഇയാളും കുറച്ച് ഹാപ്പി, രണ്ടുപേരും ഹാപ്പി ആയല്ലോ. ഇനി നമ്മൾ അടുത്ത കേസ്, ഇതാ ഞാൻ ആൽക്കീനിൻ്റെ കേസ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ആൽക്കീനിൽ നമ്മളെന്താ സംഭവിക്കുന്നത്, ഇവിടെ ആക്ച്വലി ഈ ബോണ്ട് നടക്കുന്നത് പ്രകാരം ഈ ബോണ്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ടാണ്. ഈ ബോണ്ട് ഇവിടത്തേക്ക് പോയി. ഇതെന്തുകൊണ്ടാണ് ഈ പോകുന്നത്? ഇവിടെ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോണ്ട് എന്ത് ചെയ്ത് ഇവിടത്തേക്ക് പോയി. അപ്പോൾ എന്തായിട്ട് മാറി? ഇത് ഞാൻ കാണിച്ചു തരാം. CH ഈ ബോണ്ട് ഇവിടുന്ന് പോയത് കൊണ്ട് തന്നെ ഈ കാർബണൊന്നും സംഭവിച്ചില്ല. പക്ഷേ കാർബണിനുള്ളൊരു പോസിറ്റീവ് ചാർജ് വന്ന് ഇതിവിടെ ബോണ്ട്. ഇയാൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ലോൺ പെയർ കിട്ടിയുണ്ട്. ഇതൊരു ബോണ്ട് പെയർ കിട്ടിയുണ്ട്. ഇയാളുടെ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് വന്ന് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇത് കണ്ട ഇതിപ്പോൾ നേരെ ഒരു കാർബോ കാറ്റോണിൻ്റെ ഒരു സ്ഥിതി പോലെ വന്നില്ല. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക? ഇവ കണ്ട പോലെ ഇതിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, ഇതേ എഫക്റ്റ് തന്നെ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഒന്നിക്ക് ഈ ഹൈഡ്രജന്, അല്ലെ ഈ ഹൈഡ്രജന്, അല്ലെ ഈ ഹൈഡ്രജന്. ആരെങ്കിലുമൊക്കെ പറയൂ, എടാ നമ്മളെ കാർബൺ നമ്മളെ ഫ്രണ്ടിന് ഇവിടെ ചങ്ങായി കുറച്ച് ഇടങ്ങാറായിട്ടില്ലത്, നിങ്ങളൊന്ന് തീരുമാനിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് പറ. അപ്പോൾ ഇവർ 3 പേരും ചർച്ച ചെയ്ത്, അപ്പോൾ ഇയാൾ സഹായിക്കുന്ന തീരുമാനിച്ചു. അപ്പോൾ ഇയാൾ ഇതിങ്ങനെ കൊടുത്ത് ഇതെന്തായിട്ട് മാറി? അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്ന്, ഈ ബോണ്ട് ഇവിടെ വന്നുകൊണ്ട് ഡബിൾ ബോണ്ട് വന്ന് കാർബൺ, ഇതിൻ്റെ ചാർജ് ഇവിടെ ന്യൂട്രലൈസായി. കാർബൺ ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എന്താ കണ്ടത്? ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? അവരുടെ ബോണ്ട് തന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബോണ്ട് പോയപ്പോൾ, ഈ ബോണ്ട് ഇയാൾ ഇങ്ങോട്ടേക്ക് വലിച്ചപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ എന്ത് ചെയ്ത്? ഹൈഡ്രജന് തൻ്റെ ബോണ്ട് സാക്രിഫൈസ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തായി? ഈ ഒരു ഡബിൾ ബോണ്ടായിട്ട് മാറി. അപ്പോൾ
ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇസ് കൈൻഡ് ഓഫ് എ ഹെൽപ്പിംഗ് എഫക്റ്റ്. അതിന് ഹെൽപ്പിംഗ് എഫക്റ്റ് എന്ന് പറയാൻ കാരണം എന്താ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഇതിപ്പോൾ എന്താണ്, ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ പ്ലസ് ചാർജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രീ റാഡിക്കൽ ആയിക്കോട്ടെ, എന്താണ് മോളിക്യൂളിനെ അൺസ്റ്റേബിൾ ആക്കുന്ന എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഈ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്താണ് ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട്, ആ പറയുന്ന അൺസ്റ്റെബിലിറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനൊരു ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും. സോ ദിസ് ഇസ് ഐ കോൾ ഇറ്റ് ഓൺലി ഹെൽപ്പിംഗ് എഫക്റ്റ്. എന്താണ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആനിയോൺസിൽ ഈ പറയുന്ന എഫക്റ്റ് നടക്കൂല. ഞാൻ എന്താണെന്ന് പറയുക, എൻ്റെ നോട്ട് നോക്കിയപ്പോൾ മനസ്സിലായത്, നമ്മൾ ആനിയോൺസിൽ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഡസ് നോട്ട് ഓക്കർ. ഒന്നിക്കൽ അത് കാർബോ കാറ്റയോൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫ്രീ റാഡിക്കൽ ആയിരിക്കണോ, അല്ലെങ്കിൽ എന്താണ് ഒരു ആൽക്കീൻ ആയിരിക്കണം. ഈ 3 കേസസിലാണ് ഏത് നടക്കുന്നത്, നമ്മളെ ഈ പറയുന്ന കോൺജുഗേഷൻ എഫക്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഇതിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻസിലേക്ക് വരാനുണ്ട്, പക്ഷേങ്കിൽ തൽക്കാലത്തേക്ക് ഇതാണ്, ദിസ് ഇസ് ഓൾ അബൌട്ട് ഹൈപ്പർ കോൺജുഗേഷൻ. എന്താണ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഹെൽപ്പിംഗ് എഫക്റ്റ്. എന്താണ്, സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളെ എന്ത് ചെയ്യും, ഒന്നിക്ക് ഹൈഡ്രജൻ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ബോൺസ് എല്ലാം കൊടുത്തിട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവർ വന്ന് ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് ബേസിക്കലി ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റ്. ഓക്കെ, ഇതിപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോണും കാർബാനിയോണും കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഓർഡറിൽ വരുന്നതിന് അടുത്ത നമ്മൾ ഐറ്റമാണ്, ഇതിൻ്റെ ഒരു കുറച്ച് ആപ്ലിക്കേഷൻസ് ആയിട്ട് വരും. ദാറ്റ് വി കോൾ ഇറ്റ് ആസ് അസിഡിക് സ്ട്രെങ്ത്. ഇതിൻ്റെ ഒരു ഫാക്ടർ പോലെയാണ് ഇപ്പോൾ നമ്മളെ ഈ പറയുന്ന പ്ലസ് ഐ ഇഫക്റ്റ്, മൈനസ് ഐ ഇഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് അസിഡിക് സ്ട്രെങ്ത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇതിൽ ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് അസിഡിക് സ്ട്രെങ്ത്. അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിൽ H+ എന്ത് ചെയ്യണം, ഡൊണേറ്റ് ചെയ്യാനില്ല, അതായത് H+ വിട്ടു കൊടുക്കാനില്ല ഡൊണേറ്റിംഗ് എബിലിറ്റി, അതിനെ വിട്ടുകൊടുക്കാനില്ല, അതിന് എത്രത്തോളം കഴിവുണ്ടോ അതിനെയാണ് അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുക. ഇപ്പോൾ ഇതിന് H+ കൊടുക്കാൻ കൂടുതൽ എന്താണ് നല്ലോണം പറ്റുന്ന ഒരാളാണെങ്കിൽ ദാറ്റ് ഈസ് മോർ അസിഡിക് ക്യാരക്ടർ, ഓർ ഇറ്റ് ഈസ് മോർ അസിഡിക്. അതേപോലെ തന്നെ ഇതിൽ വരുന്ന വേറൊരു ടേമാണ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ റിവേഴ്സാണ് ബേസിക് സ്ട്രെങ്ത്. അതെന്താണ്, H+ സംഭവം ആൾ മാറിയിട്ടില്ല, പക്ഷെ ഇവിടെ എന്താ, H+ അക്സെപ്റ്റ് ചെയ്യാനില്ല കഴിവ്. അതായത് പുറമേ നിന്ന് വരുന്ന ഒരു ഹൈഡ്രജൻ, അതായത് പ്രോട്ടോണിനെ എന്താണ്, ഈ പ്ലസ് ചാർജ് ഉദ്ദേശിക്കുന്ന പ്രോട്ടോൺ ആണല്ലോ, അക്സെപ്റ്റിംഗ് എബിലിറ്റി, അതിനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എന്തായിരിക്കും, ഇതിന് ബേസിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. നല്ലോണം എന്താണ് H+നെ വാങ്ങാനില്ല, അതിന് നല്ലൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ വി സേ ഇറ്റ് ഈസ് മോർ ബേസിക്. അപ്പോൾ ഇതിൻ്റെ പ്രകാരം ഇത് കാര്യമായിട്ട് ഇതിലൊന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഓർഡർ മാത്രം ഓർത്താൽ മതി. അതായത് അസിഡിക് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് ഐ ഇഫക്റ്റ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഐ ഇഫക്റ്റ്. അതായത് ഈ ഒരു ഓർഡർ നമ്മൾ എവിടെയോ കണ്ട് മറന്നൊരു പരിചയമുണ്ട്. ഈ ഓർഡർ എന്ന് പറയുന്നത് നമ്മളെ കാർബോ കാറ്റയോണിൽ നമ്മൾ കാണിച്ചത്, അത് എവിടെ ചെയ്താൽ നമ്മളെ സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ അല്ലേ, കാർബോ കാറ്റയോണിൽ ഇതാണ്ട പ്ലസ് ഐ മുകളിൽ മൈനസ് ഐ താഴെ. അപ്പോൾ അതുപോലത്തെ ഒരു ഓർഡറായത്. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കോമ്പൗണ്ടിൽ CH3 ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഇതിപ്പോൾ എന്താ പറയുക, ഇത് എത്തനോയിക് ആസിഡ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി കുറച്ചും കൂടി അതിൻ്റെ ബോണ്ട് കാണിച്ച് കേൾക്കുകയാണെങ്കിൽ ഇത് C+O OH. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം ഓക്സിജൻ ഇസ് എ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ ഇതെന്ത് ചെയ്യൂ, ഇതിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കും. ഇവിടെ ചോക്ലേറ്റ് ഇഞ്ഞൻ്റെ അടുത്തേക്ക് പോരിയെന്നും പറഞ്ഞിട്ട് ഇഞ്ഞ ഹൈഡ്രജൻ്റെ അടുത്തേക്ക് നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇയാൾ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യും, ചെറുതായിട്ടൊരു പ്ലസ് ചാർജ് വരും. അപ്പോൾ എന്താ, ഇയാൾ പ്ലസ് ആയി പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഇവിടുന്ന് കട്ടായി പോകാൻ, അതായത് ഇവിടുന്ന് എലിമിനേറ്റ് ആവാനുള്ള ചാൻസ് കൂടി. അതേപോലെ ഇത് ആക്ച്വലി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും താഴെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്.
യെസ്, പ്ലസ് ആയി നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനല്ല പറയുക. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് എന്താണെന്നില്ല ഇവിടെ നോക്കുക. CH അപ്പോൾ ഇവിടെ H+ കൊടുക്കാനില്ല എന്താണ്, ഐ മീൻ റിമൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വന്നുകൊണ്ട് തന്നെ എന്താണ് വി സേ ദാറ്റ് ഇതിൻ്റെ പേര് തന്നെ ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്, ഇറ്റ്സ് കോൾഡ് ആസിഡ്. ഇതിൻ്റെ പേര് തന്നെ ഇതിൽ പേര് തന്നെ ആസിഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് എൻ അസിഡിക് കോമ്പൗണ്ട്. അതേപോലെ അസിഡിക് ക്യാരക്ടർ കുറച്ചും കൂടി കൂട്ടുന്ന എന്താണ്, ഇതിപ്പോൾ ജസ്റ്റ് ആ ഓക്സിജൻ്റെ എഫക്റ്റ് മാത്രമല്ല വന്നിട്ടില്ലോ, CH2COOH. ഇതിപ്പോൾ എന്താ 2 ക്ലോറോ എന്താണ് എത്തനോയിക് ആസിഡ് അല്ലേ, ക്ലോറോ ആസിഡിക് ആസിഡ് എന്ന് പറയും. ഇവിടെ എന്താ സംഭവിക്കുക, നമ്മളെ ക്ലോറിന് നമ്മളെ ഗ്രീഡി ആയിട്ടില്ല മനുഷ്യനാ, ഏത് അത്യാർത്ഥിയില്ല. അതേപോലെ ഇവിടെ ക്ലോറിൻ വന്നാലും ഫ്ലൂറിൻ വന്നാലും ഇതെന്ത് ചെയ്യും, ഈ പറയുന്ന ഇലക്ട്രോൺസിനെ തൻ്റെ അടുത്തേക്ക് വലിക്കാൻ നോക്കും. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ പുള്ള് ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ ഓക്സിജൻ്റെ തന്നെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ക്ലോറിൻ കൂടി ഇപ്പോൾ എന്താണ് വടം വലിക്കുന്നുണ്ട്. അപ്പോൾ എന്തായി, ഇയാളെ പെട്ടെന്ന് റിമൂവ് ആക്കേണ്ട എല്ലാ വകുപ്പുകളും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വി സേ ദിസ് ഈസ് മോർ അസിഡിക് ദാൻ ഈ പറഞ്ഞ കോമ്പൗണ്ട്, ഏത് CH3COOH. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇയാളല്ലെങ്കിൽ അതിനെ പിടിച്ചു വലിച്ചിട്ട് എന്താണ് ഇയാളെ പോക്കാനുള്ള വകുപ്പ്, ഐ മീൻ പ്ലാൻ ഇടുക. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, എന്നാൽ പിന്നെ ഇനി എന്തായാലും ഒറ്റ കൈ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താ ഇയാളും കൂടി സഹായത്തിന് ഇറങ്ങും. അപ്പോൾ ഇയാളും കൂടി പിടിച്ചു വലിക്കുന്ന, ഈ ക്ലോറിൻ കൂടി പിടിച്ചു വലിക്കുന്ന സമയത്ത് ഇയാൾ എന്തായാലും ഇതിന്ന് പുറത്താവുന്ന കാര്യത്തിൽ ഉറപ്പായി. അപ്പോൾ അങ്ങനെയാണിത് അസിഡിക് ആയിട്ട് മാറുന്നത്. ദിസ് ഈസ് മോർ അസിഡിക് ദാൻ ഈ പറയുന്ന കോമ്പൗണ്ട്. രണ്ടും അസിഡിക് തന്നെ, പക്ഷേ കമ്പാരിറ്റീവ്ലി ദിസ് ഈസ് മോർ അസിഡിക്. ഓക്കെ, അത് അസിഡിക് സ്ട്രെങ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയില്ല ബേസിക് സ്ട്രെങ്ത്. ഇവിടെ നമ്മൾ കണ്ട ഇവിടെ ഓർഡർ ഉണ്ടായിരുന്നില്ല, അതിന് നേരെ തിരിയും. ഇവിടെ കുറേ തിരിച്ചിലും മറിച്ചിലും സംഭവിക്കണ്ടല്ലോ. ഇവിടെ മുകളിൽ പ്ലസ് ആയി താഴെ മൈനസ് ആയിരുന്നു. ഇവിടെ എന്തായി, മൈനസ് ആയി മുകളിൽ പ്ലസ് ആയി താഴെ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ അറിയുന്നത്, ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യാനില്ല, അതായത് ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ആസ് എ ലോൺ പെയർ, ഡൊണേറ്റ് ചെയ്യാനല്ല, അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണോ, നമ്മളിപ്പോൾ ഈ H+ പ്ലസ് ആണല്ലോ, അപ്പോൾ ഈ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ഇയാൾക്കൊരു മൈനസ് ചാർജിലെ ഒരു ലോൺ പെയർ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാലേ ഇയാൾക്കവിടെ പോകാൻ തോന്നും. അല്ലാണ്ട് പോസിറ്റീവ് റിപ്പല്ലല്ലേ ചെയ്യുക. പോസിറ്റീവ് നെഗറ്റീവ്, ഒന്നിക്കൽ നെഗറ്റീവ് ചാർജ് വേണം, അല്ലെങ്കിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വേണം. അപ്പോൾ അവിടെ പോകാനല്ലേ ഇനി താല്പര്യം. അപ്പോൾ NH2 പോലത്തെ ആൾക്കാരല്ലോ, OH- ഇതെല്ലാം എന്താണ്, ഒന്നിക്കൽ ലോൺ പെയർ ഇല്ല ആൾക്കാരാണ്. ഈ ആക്ച്വലി ഈ പറയുന്ന ഈ നെഗറ്റീവ് ചാർജ് എവിടുന്ന വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താണ്, ഇത് ആക്ച്വലി ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ഈ നൈട്രജൻ്റെ മുകളിലെ ലോൺ പെയറാണ് ഞാൻ ആക്ച്വലി ഇവിടെ ചാർജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ OH- എന്തുണ്ട്, ഇവിടെ 2 ലോൺ പെയറാണ്, അതിൽ ഒരു ലോൺ പെയറാണ് ഇവിടെ ഈ ചാർജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്താണ് ഈ H+ ഇയാളെയൊക്കെ എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആരെ കിട്ടി, നമ്മളെ ഏത് കിട്ടി, നമ്മളെ H+ കിട്ടി. അപ്പോൾ നമ്മൾ നോക്കുന്നത് നൈട്രജന് എന്തുണ്ട്, ഈ പറയുന്ന ലോൺ പെയർ. നമ്മളവിടെ ബേസിക് സ്ട്രെങ്ത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു, ഏത് വേണം, H+ അക്സെപ്റ്റ് ചെയ്യുന്ന എബിലിറ്റി. സോ ഇറ്റ് ഷുഡ് ബി ഐദർ എ ലോൺ പെയർ ഓർ ഏത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ H2 എനിക്ക് എങ്ങനെ എഴുതാം, HOH എന്ന് പറഞ്ഞിട്ട് എഴുതാം. HOH ആക്ച്വലി ഇതിങ്ങനെയല്ല ബെൻഡായിട്ട് എൻ്റെ സ്ട്രക്ചർ വരുന്ന സാരല്ലോട്ടെ, ഇതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇവിടുന്ന് ഈ ഹൈഡ്രജൻ കട്ടായിട്ട് H+ എന്താ നോക്കുന്ന സമയത്ത് ഇവിടെ നല്ലൊരു ഇത് കിട്ടി, നല്ലൊരു നെഗറ്റീവ് ചാർജിനെ കിട്ടി. അപ്പോൾ നേരെ എന്ത് ചെയ്യും, ഇവിടത്തേക്ക് പോകും. എന്നിട്ട് അത് എന്തായിട്ട് ഓറും, HNH2 എന്ന് പറയുന്ന ആക്ച്വലി ബേസിക്കലി 3 ഇതില്ലത്, അതായത് നമ്മൾ അമോണിയ ആയിട്ട് NH3 എന്ന് പറയുന്ന അമോണിയ ആയിട്ട് മാറും. അതിൽ നമ്മൾ പറയുന്നത് അമോണിയ ഈസ് എ ബേസിക് എന്താണ്, ബേസിക് ലിക്വിഡ് എന്നല്ല അതെല്ലാം നമ്മൾ പറയും. കാരണം എന്താ, അതിന് ഒരു ഹൈഡ്രജനെ എക്സ്ട്രേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ദാറ്റ്സ് കോൾഡ് ബേസിക്. അതേപോലെ നമ്മളെ ഇതാണ് HCl പോലത്തെ സാധനമല്ല എന്താ ആസിഡായി മാറിയത്, വൈ വി കോൾ ഇറ്റ് ആസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കാരണം ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഇത് കട്ടായിട്ട് ഇത് H+ ആയിട്ട് മാറുക ചെയ്യുന്നത്, +Cl-. അപ്പോൾ ഇയാൾ H+ കൊടുക്കുകയായിരുന്നത്, അതുകൊണ്ടാണ് ഇയാൾ പേര് ആസിഡായിട്ട് വന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് അങ്ങനെയെല്ലാം പറയുന്നത്. പക്ഷേ ഇതെല്ലാം എന്താ ബേസിക്കാണ്, അമോണിയ അങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്താ ബേസിക്കാണ്. ഇതിൽ എന്താണ്, ഞാൻ ജസ്റ്റ് ഇത് ആദ്യമായിട്ട് ഉള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഇത് കുറച്ചൊന്നും ഇങ്ങനെ പറയുന്നത്, അങ്ങോട്ട് എത്തുമ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടതേ ഉണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ അസിഡിക് സ്ട്രെങ്ത്ത്, ബേസിക് സ്ട്രെങ്ത്ത്, അതിൻ്റെ ഡെഫിനേഷനെ അറിയാത്ത ഒരാൾക്ക് ഇപ്പോൾ എങ്ങനെ ഇതിൻ്റെ ചോദ്യങ്ങളെല്ലാം ചെയ്യാനാവുക, അവിടെ അങ്ങനെ പറയാനാണ്.
അതേപോലെ ബേസിക് സ്ട്രെങ്ത് നമ്മൾ ഇവിടെ കണ്ട ഒരൊറ്റ കണ്ടീഷൻ തന്നെയല്ലോ ഈ കണ്ടീഷൻ. ഇവിടെ രണ്ട് കണ്ടീഷൻ കൂടിയുണ്ട്. ബേസിക് സ്ട്രെങ്ത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രോൺ ഡെൻസിറ്റി. അതായത് ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് ഒരു പാർക്കിൽ ഇവിടെ എന്താണ് ഇവിടെ ഒരു മാളുണ്ട്. പാർക്കിലെങ്ങനെ മാൾ വരാം, അത് വെറുതെ ആലോചിച്ചാൽ മതി. ഒരു മാളുണ്ട്, ഇവിടെ ഒരു കുളമുണ്ട്, ഇവിടെ ഇവിടെ ഒരു വീടുണ്ട്. നടക്കാത്ത കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടെ ഒരു വീടുണ്ട്. നോക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ദ ഡെൻസിറ്റി ഓഫ് പീപ്പിൾ ഈസ് മോർ അറ്റ് ദ മാൾ. കാരണം എന്താ, എല്ലാവർക്കും മാൾ പോകാനും ഇഷ്ടം, എനിക്കും മാളിൽ തന്നെ പോകാനും ഇഷ്ടം. അവിടെ കുറേ സാധനങ്ങൾ ഓടിക്കാൻ പറ്റും, നല്ല ഭക്ഷണമെല്ലാം കിട്ടും. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ മാളിലായിരിക്കും കൂടുതൽ ആൾക്കാരുണ്ടാവുക. പുഴയിലല്ലോ 1-2 ആൾക്കാർ പോയാലായി, വീട്ടിലും 2-3 ആൾക്കാരുണ്ടാവും. പക്ഷേ മാളിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഇവിടെ നോക്കി, ഞാൻ ഈ ഡോട്ടിട്ട് കാണിക്കുന്ന ആൾക്കാർ എണ്ണ എത്ര ആൾക്കാരുണ്ടാവും ഇവിടെ മാളിലാവുമ്പോൾ. മാളിൽ പോകാനായിരിക്കും ഇഷ്ടമില്ലാത്ത, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോൺ ഡെൻസിറ്റീൻ്റെ കാര്യം, അതായത് ഒരു കോമ്പൗണ്ട് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്തുണ്ടാവും, നല്ല ഇലക്ട്രോൺ ഡെൻസിറ്റിയിലൊരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഒരു കോമ്പൗണ്ടിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി, അതായത് ഇലക്ട്രോണിന് എന്താണ് അതിൻ്റെ ഇലക്ട്രോൺസ് കൂടിയൊരു സ്ഥലത്ത് എന്തായിരിക്കും ബേസിക്സ്, അതായത് അവിടെയായിരിക്കും H+ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുക. അവിടെ കുറേ ഇലക്ട്രോൺസിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഹൈഡ്രജൻ്റെ കാര്യങ്ങൾ എളുപ്പമില്ല, നേരെ അവിടെ പോയാൽ പോരാ. പക്ഷേങ്കിൽ ഇലക്ട്രോൺസ് കുറഞ്ഞ സ്ഥലത്ത് പോയാലോ ഹൈഡ്രജൻ അവിടെ ഒരു സാധ്യത കുറഞ്ഞ്, ഇതാവില്ല എന്നല്ല, പക്ഷേങ്കിൽ ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ കൂടുതൽ ബേസിക് ആവുക ഇത്. കാരണം ഇതിന് നമ്മൾ പറഞ്ഞ എബിലിറ്റിയാണ്, ഇത് റിലേറ്റീവ് ടേമാണ്. എബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരാളെ കഴിവ്, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ കഴിവുണ്ടാവുക. ചില ആൾക്കാർക്ക് ഇപ്പം എന്താ പറയുക, നല്ലവണ്ണം പാട്ട് പാടാൻ പറ്റും, ചില ആൾക്കാർക്ക് പാട്ട് പാടാൻ പറ്റും, പക്ഷേ മറ്റേ ആൾ വെച്ച് നോക്കുമ്പോൾ അത്ര നല്ലവണ്ണം പാട്ട് പാടാൻ പറ്റുന്നുണ്ടാവില്ല. അതേ അവസ്ഥ ഇവിടെ, ഇയാൾക്ക് പാട്ട് പാടാൻ അറിയാം, പക്ഷേ ഇയാൾ അത്ര നോക്കുമ്പോൾ ഇയാൾക്ക് അത്ര പാട്ട് പാടാൻ അറിയില്ല. സോ ദിസ് ഈസ് മോർ ബേസിക് ദെൻ ദിസ്. അതേപോലെ അത് ഇലക്ട്രോൺ ഡെൻസിറ്റീൻ്റെ കാര്യം. ഇനി വേറെ എന്തിനു, ബേസിക് സ്ട്രെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണിത്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അതെന്തുകൊണ്ടാണ്, ഇലക്ട്രോണിനെ നമ്മൾ ഡൊണേറ്റ് ചെയ്യാനല്ലേ ശ്രമിക്കണ്ടേ. ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം NH2 ഇതെന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇയാൾക്ക് ഇഷ്ടമായി. കാരണം എന്താ, ഇയാളുടെ ഡെൻസിറ്റി ഇവിടെ ഇയാൾക്കൊരു ഡെൻസിറ്റി ഇവിടെ ഉണ്ട്, പക്ഷേ എന്താണ് ഇയാൾ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട്, കാരണം ഇയാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണല്ലോ കാർബൺ. അപ്പോൾ ഇയാൾ ഡൊണേറ്റ് ചെയ്തിട്ട് ഇയാൾ ഡെൻസിറ്റി കൂട്ടും. അപ്പോൾ എന്താണ് നമ്മൾ H+ നോക്കുമ്പോൾ കുറേ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇവിടെ തന്നെ അങ്ങ് കൂടിയേക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും പോകും. പക്ഷേ ഓക്സിജന്, നൈട്രജന്, ഫ്ലൂറിൻ പോലത്തെ ആൾക്കാരെല്ലാം എന്താ ഇവിടെ ഈ ഗ്രൂപ്പിനകരം ഇവിടെ F ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇയാൾ നേരെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും ഇലക്ട്രോണെ വലിക്കും. അപ്പോൾ എന്താ ഇവിടെ ആകെ ഉള്ളത് ഇയാളെ ലോൺ പെയർ. അപ്പോൾ ഈ ലോൺ പെയറിനും കൂടി ഇയാൾ എന്ത് ചെയ്യും അടിച്ചു മാറ്റാൻ നോക്കും. അപ്പോൾ ഇയാൾക്ക് എന്തൊരു പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ എന്താ ഈ ഹൈഡ്രജൻ അപ്പോൾ ഇവിടെ വരാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം നോക്കുന്ന സമയത്ത് തന്നെ നൈട്രജനോട് പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ഇയാളെ പോസിറ്റീവ് ചാർജ് പോക്കണ്ടിയിട്ടാണ് ഇയാൾ മൈനസിൻ്റെ മുകളിൽ വരെ ശ്രമിക്കുന്നത്. പക്ഷേ നോക്കുമ്പോൾ എന്താ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്ന് ആര് കാരണം, നമ്മളെ ഫ്ലൂറിൻ കാരണം. ഫ്ലൂറിന് -I എഫക്റ്റ് ഒക്കെ ഇയാൾ ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് കളഞ്ഞ്. ഓബിയസ്ലി പിന്നെ ഹൈഡ്രജൻ ഇവിടെ വരാൻ താല്പര്യം ഉണ്ടാവില്ല. അതുതന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഓർഡർ കാർബൺ നൈട്രജൻ, അങ്ങനെയല്ല അല്ലേ, അവിടെ പോയി അത് ഇവിടെ ഓർഡർ ചെയ്ത കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ, നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റീൻ്റെ ഓർഡറാണ്. ബേസിക്കലി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നുള്ള കഴിവായിരിക്കണം കൂടുതൽ. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾ പ്രകാരം എന്തായിരിക്കും, അപ്പോൾ ദിസ് വിൽ ബി മോർ ഇതിനെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവ് ഏറ്റവും കൂടുതൽ ഫ്ലൂറിന്. അപ്പോൾ ഇവിടെ നമ്മളെ ബേസിക് സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആളാണ് നല്ലത്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇവിടെ ഞാൻ പറയാം ഇവിടെ എസിഡിക് സ്ട്രെങ്ത് അല്ലേ, ഇവിടെ ബേസിക് സ്ട്രെങ്ത് എന്ന് ഇത് ഓക്കെ ഇവിടെ എസിഡിക് സ്ട്രെങ്ത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്ന ആൾക്ക് എന്താ സംഭവിക്കുക, കൂടുന്ന ആൾ കൂടുതലില്ലൊരു ഗ്രൂപ്പ് ഓക്സിജന് ഞാൻ ഇവിടെ കണ്ടില്ല, COH ഓക്സിജന്, ഫ്ലൂറിന്, ക്ലോറിന്, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് ഇലക്ട്രോണെ വലിച്ചിട്ട് എന്ത് ചെയ്യും, ഹൈഡ്രജൻ്റെ ബോണ്ടിനെ പൊട്ടിച്ചിട്ട് പെട്ടെന്ന് H+ കൊടുക്കാൻ പറ്റും. അതല്ല ഇതാ HCl കണ്ട ഇതാ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയല്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഇവിടെ ബോണ്ട് എന്ത് ചെയ്യും, ഇയാൾ നേരെ ഇലക്ട്രോൺസിനെ തൻ്റെ അടുത്തേക്ക് അടിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യും, ഈ H+ എന്ന് പറയുന്ന ബോണ്ടിനോട് ഹൈഡ്രജൻ്റെ ബോണ്ടോടെ ബ്രേക്ക് ചെയ്തിട്ട് ഇതായി മാറും. അതുകൊണ്ടാണ് ഈ HCl എന്ന് പറയുന്ന സാധനം ഒരു സ്ട്രോങ് എന്തായിട്ട് മാറിയത്, ആസിഡായിട്ട് മാറിയത്. ബിക്കോസ് വി ഹാവ് എ വെരി ഹൈ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് ദാറ്റ് ഈസ് ക്ലോറിൻ. അപ്പോൾ അതാണ് ബേസിക്കലി ബേസിക് സ്ട്രെങ്ത് വരുമ്പോൾ നേരെ തിരിഞ്ഞിട്ടാണ് വരിക. ബേസിക് സ്ട്രെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ബേസിക് സ്ട്രെങ്ത്
അതായത് എന്താണ്, ഇലക്ട്രോൺസിനെ അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കണം അതിനെ ഫേവർ ചെയ്യുക. പക്ഷേ നമ്മൾ അസിഡിക് സ്ട്രെങ്തോ എങ്ങനെയെങ്കിലും ഇലക്ട്രോൺസിനെ പിടിച്ച് വലിച്ച് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രണ്ട് ഓർഡറും ഓർമ്മിച്ചേക്കും. ഇതാണ് ബേസിക് സ്ട്രെങ്ത്തും അസിഡിക് സ്ട്രെങ്തിനെ പറ്റി പറയാനുള്ളത്.